ചേട്ടാ നമ്മുടെ ഈ വണ്ടി 2-3 ദിവസം ചെറിയ മിസ്സിങ് ഒന്ന് നോക്കൂ. വണ്ടി ഏതാ മോഡല്? ഇത് 2010 മോഡൽ വണ്ടിയാ. ഓ 2010 അത്യാവശ്യം പണിയുണ്ട്. ആദ്യം കാർബേറ്റർ എടുത്ത് കളയണം, പിന്നെ എയർ ഫിൽറ്റർ, സകലമാന പൊടി ഉണ്ടാവും അതില്. പിന്നെ ബാറ്ററി മാറ്റി എത്ര നാളായി? ബാറ്ററി മാറ്റി 2-3 കൊല്ലം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കണേ. ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ വണ്ടി ഓടിച്ചാൽ ഏറ്റവും വലിയ ദ്രോഹം. എന്തായാലും ബാറ്ററി മാറ്റണം. ഓയിൽ മാറ്റി എത്ര നാളായി? ഓയിൽ മാറ്റി കൃത്യമായിട്ട് അറിയില്ല ചേട്ടാ. കുഴപ്പമില്ല, നമുക്കിവിടെ സിന്തറ്റിക് ഓയിൽ ഉണ്ട്. അത് ഒഴിച്ചാൽ വണ്ടി പറക്കും. എല്ലാം കൂടി എത്ര ചേട്ടാ? ഒരു 5000 വന്നാൽ മതി. 5000 രൂപ? അത് ഇത്തിരി കൂടുതലല്ലേ ചേട്ടാ? ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ വണ്ടി നിങ്ങളുടെ മക്കളെ പോലെ പരിപാലിച്ചെങ്കിൽ അത് വഴി കിടന്ന് നശിക്കും. ഇപ്പൊ 5000 ചെലവാക്കണത്, പിന്നീട് 50,000 ചെലവാക്കേണ്ടി വരും. എന്താ വേണ്ടേ? എന്നാ ശരി, 5000 ഫിക്സ്. അപ്പൊ ഒരു പേടി പഠിക്കില്ല, ധൈര്യമായിട്ടിരുന്നോ. നാളെ വൈകിട്ട് വരുമ്പോ വണ്ടി പുതുപുത്തനായിരിക്കും. 3 days later. ഓ എന്താ കളിയാ, വണ്ടി സ്റ്റാർട്ട് ആവണല്ലേ? എന്താ നിനക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ? 10,000 കൊടുത്തിട്ട് 2 ദിവസം മുന്നേ റെഡി ആക്കിയതാ. വീണ്ടും പണി കിട്ടി. എന്താന്ന് മനസ്സിലാവണല്ലേ? നമ്മുടെ കൂട്ടുകാരനാ. ആ വണ്ടിക്ക് എന്താ കംപ്ലൈന്റ് ആണ്, നോക്കി നോക്കിയേ. അത് ഞാൻ നോക്കി നോക്കിയാടാ, നീ വിട്ടോ. 1 hour later. ചേട്ടാ ഇപ്പൊ ശരിയാണ്ടാ, നീ കൊണ്ടോയിക്കോ. അപ്പൊ എത്രയാ ചേട്ടാ? അതൊന്നുമില്ലടാ, ഒരു 250 രൂപ. അത്രേ ഉള്ളൂ? അതൊന്നുമില്ലടാ, ഈ റെഗുലേറ്ററിന്റെ ഒരു വയർ കട്ടായതാ, അത് ഞാൻ മാറ്റിയിട്ടുണ്ട്. താനല്ലേ പറഞ്ഞ കാർബേറ്റർ മാറ്റണം, ഓയിൽ മാറ്റണം, ടാങ്ക് മാറ്റണം. ലാസ്റ്റ് 250 കൊടുത്താണ് ഞാൻ വണ്ടി റെഡി ആക്കിയത്. എനിക്ക് പണി അറിയില്ല പറഞ്ഞോ. ഇതാണ് നിങ്ങളുടെ പ്രശ്നം. എടോ, ഇതെല്ലാം പാർട്സ് മാറ്റിട്ടല്ലേ താനിപ്പോ 250 രൂപയ്ക്ക് ശരിയാക്കിയത്. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇനിയിപ്പോ താനക്ക് നോക്കി ഒരു 5 വർഷത്തേക്ക് വണ്ടിന് നോക്കുക വേണ്ട, പുതുപുത്തനായില്ലേ.